ക്ഷേത്രമതിൽക്കെട്ട് വിട്ട് ചോറ്റാനിക്കര ശ്രീ ഭഗവതി എപ്പോൾ പുറത്തു പോയാലും അമ്മയ്ക്ക് അംഗരക്ഷകനായി കൂടെ പോകുന്ന അകത്തെ ശാസ്താവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഭഗവതിക്ക് മറ്റൊരു ഭഗവാൻ തന്നെ തുണയാകുന്ന ഈ അപൂർവ പ്രത്യേകതയെക്കുറിച്ച് ചോറ്റാനിക്കര ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് 100 Days 100 Stories ഓഫ് ചോറ്റാനിക്കര അമ്മ എന്ന നമ്മുടെ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും സ്വാഗതം. പേപ്പതി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളതാണ്. അങ്ങനൊരു മേൽപ്പാഴൂര് എന്ന് പറയുന്നൊരു നമ്പൂതിരി കുടുംബം, ആ കുടുംബത്തിലേക്ക് ഭഗവതി എഴുന്നള്ളി പോയ സമയത്ത് ആദി ശങ്കരാചാര്യരുടെ അമ്മയുടെ ഭവനാണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജലാശയത്തിൽ ആറാട്ട് കഴിഞ്ഞ് അവരുടെ ഉപചാരങ്ങൾ സ്വീകരിച്ചാണ് ഇത് തിരിച്ചു വരാറ്. അങ്ങനെ ഒരു കാലത്ത് ഈ ഭഗവതി എഴുന്നള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ ആരാന്നറിയില്ല, അങ്ങനെയുള്ള ഒരു ആക്രമണം ഈ എഴുന്നള്ളിപ്പിന് ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു സുരക്ഷിതത്വം മതിയാവില്ല എന്ന് വിചാരിച്ചപ്പോൾ അന്നത്തെ ആ മേൽപ്പാഴൂര് കുടുംബത്തിലെ കാരണവരെ അവരുടെ പരദേവതയായിട്ടുള്ള ഒരു ശാസ്താവിനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഈ ഭഗവതിക്ക് രക്ഷകനായിട്ട് കൂടെ പോകണം എന്ന് പ്രാർത്ഥിച്ച് കൽപ്പിച്ച് ഈ ഭഗവതിയുടെ കൂടെ ചോറ്റാനിക്കരയ്ക്ക് പറഞ്ഞയച്ചു എന്നാണ് കഥ. ആ ശാസ്താവിനെ ഒരു അംഗരക്ഷകൻ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നാലമ്പലത്തിനകത്ത് തന്നെ വടക്ക് കിഴക്കേ ഭാഗത്ത് ചെറുതായിട്ടൊരു സ്ഥാനം നിർണയിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം. പ്രാകാരം വിട്ട് പുറത്ത് പോകുമ്പോഴെല്ലാം ഒരു അംഗരക്ഷകൻ എന്നുള്ള കണക്കിലാണ് ഈ ശാസ്താവ് കൂടെ പോണത്. ഇതിനുള്ളിലുള്ള ചടങ്ങുകൾ, നിത്യം നടക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ശാസ്താവിന് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ശാസ്താവിനെ പ്രത്യേകിച്ച് സങ്കല്പിക്കാറോ ഒന്ന് മതിൽക്കകം വിട്ട് പുറത്ത് പോകുമ്പോൾ ഭഗവതി എഴുന്നള്ളി പോകുമ്പോഴെല്ലാം ഈ ശാസ്താവും കൂടെ ഉണ്ടാകണം. അത് അംഗരക്ഷകൻ എന്നുള്ള സങ്കല്പത്തിലാണ്. പിന്നെ ചോറ്റാനിക്കരയുള്ളൊരു മണ്ഡപത്തിൽ പാട്ട് എന്ന് പറയുന്നൊരു വിശേഷമായിട്ടൊരു ചടങ്ങുണ്ട്. അതിനാണെങ്കിലും അതെ, ഈ ശാസ്താവിനെയും കൂടി രണ്ടുപേരെ ഒരേപോലെ ഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ പൂജകളും ആരാധനകളും ഒക്കെ ഇന്നും നടന്നു വരുന്നത്. ഇതിൻ്റെ നിവേദ്യാദികളാണെങ്കിലും അതെ, ഭഗവതിക്ക് എപ്പോഴാണോ നിവേദ്യം സമർപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെ ആ ഭഗവതിയുടെ നിവേദ്യ സമയത്ത് തന്നെ ശാസ്താവിനും നിവേദ്യം. അതാണ് ആ പൂർവ്വകാലത്ത് തന്നെ കൽപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും മുടക്കുകൂടാതെ നടത്തി വരുന്നതും അതാണ്. പലർക്കും സംശയം വരാം, ഈ ഭഗവതി എന്താണ് മറ്റൊരു ദേവനോട് കൂടെ എഴുന്നള്ളിക്കണത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അന്ന് കേട്ടിട്ടുള്ളതെല്ലാം ഈ പുറത്ത് പോകുമ്പോഴെല്ലാം ഈ പ്രദേശം വിട്ട് എവിടെ പോവുകയാണെങ്കിലും അംഗരക്ഷകൻ്റെ ആ ഒരു തുണയോടുകൂടിയാണ് ഭഗവതി എഴുന്നള്ളതെന്നാണ്. ഇതാണ് വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ളൊരു ഐതിഹ്യം.